ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഇ-കൊമേഴ്സിൻ്റെ 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് കവർ ചെയ്യാനുള്ളത് 4th 5th ആണ്. അപ്പോൾ 4th സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കവർ ചെയ്യാനുള്ള കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്, ഇലക്ട്രോണിക് സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇൻ്റർനെറ്റ് സർവീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി മസ്റ്റാണ്. സെക്യൂരിറ്റി മെഷേഴ്സ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പണി കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി അതിനായിട്ട് അസോസിയേറ്റ് ഉള്ള ഒരുപാട് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇ-കൊമേഴ്സ്? അത് നിങ്ങൾക്ക് മിസ് കവർ ചെയ്യുന്ന ഏരിയയാണ്, ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് എന്താ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും സിമ്പിളായിട്ടൊറ്റ സെൻറ്റൻസിൽ ഞാൻ പറയാം. നമ്മളുടെ ഡിവൈസസ് യൂസ് ചെയ്തിട്ട്, നമ്മളുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ട്, നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസസ് ത്രൂ നമ്മൾ പ്രൊഡക്ട്സ് വിൽക്കുക, വാങ്ങുകയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സിനെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഇ-കൊമേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി മസ്റ്റാണ്. കാരണം നമ്മൾ ആർക്കാണോ വിൽക്കുന്നത്, ആർക്കൊക്കെയോ വാങ്ങുന്നു, ആരൊക്കെയോ വിൽക്കുന്നു, അങ്ങനെ ഒരു എത്രയും സംഭവിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിലൊരാൾക്ക് എഴുതിയാൽ മതി എന്തെങ്കിലും ത്രെഡ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളതിന് വേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കണം. അതാണ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി മെഷേഴ്സ്. അതെടുത്താൽ ഇത്തരം സെക്യൂരിറ്റി ഇഷ്യൂസിനൊക്കെ നമുക്കൊരു പരിധി വരെ സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോ കൺസെപ്റ്റുകൾ നോക്കാം. ഇലക്ട്രോണിക് സെക്യൂരിറ്റിയിലുള്ള ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റിയാണ്. നോക്കാം എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി. Any business, whether it is traditional, brick-and-mortar business, brick-and-clicky business, pure-play business, need to be concerned about network security. നമ്മൾ എന്ത് ടൈപ്പ് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് എന്നൊക്കെ പറയാം. ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ ഇത്തരം ഇൻ്റർനെറ്റ് സർവീസ് ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൺസേൺ ആയിരിക്കണം. കാരണം എന്തെങ്കിലും ടൈപ്പിലുള്ള ത്രെഡ്സ് വന്നേക്കാം എന്നുള്ള ഒരു നമ്മൾ അത്രയും കോൺഷ്യസ് ആയിരിക്കണം അതിനെക്കുറിച്ച്. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതി ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇത്തരം ബിസിനസ്സിലേക്കും കാര്യങ്ങളിലേക്ക് കറക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷനും നമ്മളുടെ കയ്യിൽ വേണം. അപ്പോൾ നമ്മളെപ്പോഴും നെറ്റ്വർക്ക് സെക്യൂരിറ്റിനെ കുറിച്ച് കൺസേൺ ആയിരിക്കണം. കാരണം The internet is a public network consists of thousands of private computer networks connected together. നമുക്കറിയാം, നമ്മളുടെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പബ്ലിക് നെറ്റ്വർക്കാണ്. അതിനകത്ത് എത്രയോ പ്രൈവറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആയിരിക്കും. അതിലെല്ലാവരും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ മോശമായി അതെല്ലാവരെയും ബാധിക്കും. ഓക്കെ, അയാൾക്ക് ബാക്കിയുള്ളവരെയൊക്കെ മാക്സിമം മിസ്യൂസ് ചെയ്യാനും അവരുടെ ഡാറ്റയായാലും കണ്ടൻ്റ് ആയാലും ശരി, അവരുടെയൊക്കെ ഫോണായാലും ശരി. നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഞാൻ പറയുമ്പോഴേക്കും മനസ്സിലായിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രൈവറ്റായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന എന്ത് ഡാറ്റ ആയിക്കോട്ടെ അത് വേറൊരാൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരിക്കലും എത്തിക്സിന് പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഷ്യസ് ആയിരിക്കണം, കൺസേൺ ആയിരിക്കണം. This means that private computer network system is exposed to potential threats from anywhere on the public network. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഈ പബ്ലിക് നെറ്റ്വർക്ക് എവിടുന്ന് വേണമെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ത്രെഡ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മളുടെ പ്രൈവറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഫോണായാലും ശരി, കമ്പ്യൂട്ടറായാലും ശരി, നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പബ്ലിക് നെറ്റ്വർക്കിലേക്ക് എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റുന്നത്, നമ്മളുടെ ഡാറ്റ അവർക്ക് എടുക്കാൻ പറ്റുന്നത്. അവർക്ക് ആഡ്സ്, ഇപ്പോൾ ഈവൻ ആഡ്സ് പോലും നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഫോണിൽ DVMS പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ലൈക്ക് അടിച്ചാൽ പോലും പിന്നെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പരസ്യം കൊണ്ട് ശല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും അവർക്ക് നമ്മളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സിസ്റ്റം അവർക്ക് എക്സ്പോസ്ഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാം? അപ്പോൾ ഒരു പരിധി വരെ എല്ലാവരും പോസിറ്റീവായിട്ടാണ് അവരുടെ ബിസിനസ് വേണ്ടിയിട്ടോ അതിന് വേണ്ടി ടെക്നിക്കിന് വേണ്ടിയിരിക്കണം യൂസ് ചെയ്യുക. പക്ഷെ അത് വിട്ട് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ത്രെഡ്സും വരും. ഓക്കെ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദീസ് ത്രെഡ്സ് റിക്വയർസ് ബിസിനസ് ടു ഹാവ് സ്ട്രിക്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ പ്ലേസ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരണം. ഇൻ ഫിസിക്കൽ വേൾഡ് ക്രൈംസ് ഓഫൺ ലീവ് എവിഡൻസ്, ഫിംഗർ പ്രിൻറ്റ്, ഫുട് പ്രിൻറ്റ്, വിറ്റ്നസ്, വീഡിയോ സെക്യൂരിറ്റി ക്യാമറ ആൻഡ് സോ ഓൺ. നമുക്കറിയാം, നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ക്രൈം നടന്നാൽ എന്തെങ്കിലും ഒരു എവിഡൻസ് നമുക്കറിയാം. ദൈവത്തിൻ്റെ കയ്യൊപ്പോ എന്തൊക്കെ പറയാലോ, എന്തെങ്കിലും ഒരു ഫിംഗർ പ്രിൻ്റായിട്ടും ഫുട് പ്രിൻ്റായിട്ടും എന്തെങ്കിലും വീക്ക്നെസ് ആയിട്ടോ അല്ലെങ്കിൽ CCTVയിൽ ക്യാമറയിൽ വീഡിയോസ് ആയിട്ടോ എങ്ങനെയെങ്കിലും നമുക്കൊരു തെളിവ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്താൽ മാത്രം നമ്മളുടെ സൈബർ ക്രൈം എന്തെങ്കിലും നടന്നാലും നമുക്കിതുപോലെ ട്രേസ് ചെയ്യാൻ കഴിയും. അതായത് ഇൻ ഓൺലൈൻ സൈബർ ക്രൈം ഓൾസോ ലീവ്സ് ഫിസിക്കൽ ഇലക്ട്രോണിക് എവിഡൻസ് ബട്ട് അൺലെസ് ഗുഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ആർ ടേക്കൺ ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു ട്രേസ് ദ സോഴ്സ് ഓഫ് സൈബർ ക്രൈം. നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അവരെ ട്രേസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ട്രേസ് ദ സോഴ്സ് ഓഫ് സൈബർ ക്രൈം. സൈബർ ക്രൈമൊക്കെ ആകുമ്പോൾ അതിൻ്റെ സോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
സെക്യൂരിറ്റി മെഷേഴ്സ് ഇപ്പോഴേ മര്യാദക്ക് കൊണ്ടുപോയാൽ അവർക്ക് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ കഴിയും. ഇനി നമ്മളിപ്പോൾ ഇതുവരെ സെക്യൂരിറ്റിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് ഒരു സെക്യൂരിറ്റി ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡാറ്റ സെൻഡ് ആൻഡ് റിസീവ്ഡ്. ഞാനൊരു ഡാറ്റ ഒരാൾക്ക് സെൻഡ് ചെയ്തു, വേറൊരാൾ അത് റിസീവ് ചെയ്തു. അപ്പോൾ ഞാൻ അയച്ച ആൾക്ക് തന്നെ അത് കിട്ടണം. അതാണ് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡാറ്റ ആൻഡ് സെൻഡ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് തന്നെ കിട്ടണം. അതായത് ഇപ്പോൾ ഞാനൊരാൾക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് അതിൻ്റെ പകുതി കട്ടായി പോയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരാൾക്കൊരു ഹായ് അയച്ചാൽ ഹായ് കറക്റ്റായിട്ട് അവിടെ എത്താം. ഹവായു എന്ന് ഞാൻ സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. നിങ്ങൾ ഇനി ഹായോ ഹവായും വെച്ചൊന്ന് എക്സാമിന് എഴുതരുതേ. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് എത്തിയാലേ മീൻ ചെയ്തത് കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ആ കംപ്ലീറ്റ്നെസ് ആണ് ഇവിടെ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ഡാറ്റ സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആക്സസിബിൾ ടു അതേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻറ്റഗ്രിറ്റി ആണ്. സെക്കൻഡ് പോയിന്റ് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾക്ക് അയച്ചത് വേറൊരാൾക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പോയിൻ്റാണ് അത് ഇൻറ്റഗ്രിറ്റിയാണ്. അതായത് ഞാൻ അയച്ച അതേ കണ്ടൻറ്റ് നെക്സ്റ്റ് ആൾക്ക്, അതായത് റിസീവർക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തണം. അതാണ് ഇൻറ്റഗ്രിറ്റി മീൻസ് ചെയ്യുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ അത് റിലയബിൾ ആയിരിക്കണം. എനിക്കും അയാൾക്കുമാണ് വേണ്ടത്, അല്ലാതെ മൂന്നാമത് ഒരാൾക്ക് അതൊരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റരുത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ദ ഡാറ്റ ഓഫ് ടു ബി അവൈലബിൾ ടു ദ പീപ്പിൾ ഫോർ വൂം ഇറ്റ് ഈസ് മീൻ. ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മളത് മീൻ ചെയ്തത് അവർക്ക് തന്നെ അത് അവൈലബിളും ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ എൻക്രിപ്റ്റഡ് ഫോമിലാണെങ്കിൽ അങ്ങനെ എൻക്രിപ്റ്റഡ് ആയിട്ട് അയക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അയാളുടെ അടുത്ത് എത്തുമ്പോഴേക്കും അത് ഡീക്രിപ്റ്റഡ് ആവും, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ അയച്ച ഡാറ്റ മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയാണ് സെക്യൂരിറ്റിയുടെ മെയിൻ ഗോൾസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻറ്റഗ്രിറ്റിയാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അപ്പോൾ മൂന്നാമതൊരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പാടില്ല. തേർഡ് പോയിന്റ്, ദ ഡാറ്റ ഓഫ് ടു ബി അവൈലബിൾ. ഡാറ്റ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ആർക്കാണോ നമ്മൾ സെൻഡ് ചെയ്തത് അവർക്ക് അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഗോൾസിൻ്റെ ഒരു ഫിഗറാണിത്. ഈ ടിക്ക് മെയിൻ ചെയ്യണോ, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വെച്ചെടുത്തത് കൊണ്ടാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നല്ല സിമ്പിളായുള്ള പോയിന്റുകൾ, പിന്നെ നമ്മൾ വെറുതെ അതിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞ ഇൻറ്റഗ്രിറ്റിയാണിത്, കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി, ഇത് മൂന്നുമാണ് സെക്യൂരിറ്റി ഗോൾസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഡിഫെൻസ് ആണ്. അതായത് നമ്മൾ ഇത്തരം ഇഷ്യൂസൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹെഡിങ് ഇരിക്കൊണ്ട് മെത്തേഡ് ഓഫ് ഡിഫെൻസ് ആണ്. ഫസ്റ്റിൽ എന്താ വെച്ചാൽ ഇൻഫോർമേഷൻ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിക്ക് നോർമൽ ഫ്ലോയിൽ ഡാറ്റ പാസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, ത്രെഡ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം അറിയോ? ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്തു കേട്ടോ, ഇവിടെ എത്തിയപ്പോൾ അത് ഇൻ്ററപ്റ്റ് ചെയ്തു കണ്ടോ, ഇവിടെ മുറിച്ച് വെച്ചു. ഇനി ഇവിടെ നിന്ന് ഡാറ്റ പോകുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇൻ്റർസെപ്ഷൻ. അതായത് ഈ ഡാറ്റ ഇവിടെ കീപ്പ് ചെയ്തു കുറച്ച് ടൈമിനാണ്, എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് പാസ് ചെയ്തു. അപ്പോൾ ഒരാൾ ത്രെഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എന്തോ ഡാറ്റ പോകുന്നതായിരിക്കും മനസ്സിലാവും, പക്ഷേ കറക്റ്റ് ഡാറ്റ ഇവിടെ എത്തിയിട്ടില്ലല്ലോ, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. മൂന്നാമതൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളിവിടെ ഒരു ടെക്നിക്ക് ഡിഫെൻസ് മെക്കാനിസം യൂസ് ചെയ്തു എന്ന് വേറൊരാൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ആക്ച്വലി അത് ഇവിടെയാണ് എത്തിയത്. ഇവിടെ എത്തിയതിന് ശേഷം എന്താ വെച്ചാൽ നമ്മളൊരു മോഡിഫിക്കേഷൻ പോലെ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ട് അയച്ചു. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തി, എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടുന്ന് വീണ്ടും അയച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ ഇല്ലാത്ത പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിഫെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഒരാളത് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുക, മൂന്നാമതൊരാൾ. അപ്പോൾ ഒരിക്കലും ഇത് ഇവിടെ എത്തിയിട്ടില്ല. ഡെസ്റ്റിനേഷനും സെൻഡ് ചെയ്ത ആളെയും വെച്ച് അവർ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് മൂന്നാമതൊരാൾ ഇവിടെ വെച്ച് നമ്മൾ തന്നെ അത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് കണക്ഷൻ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫാബ്രിക്കേഷൻ മെത്തേഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ അതായത് ഈ സെൻഡ് ചെയ്ത ആളെ വെച്ച് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ വെച്ച് കട്ടായി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കണക്ഷനേ പോകുന്നില്ല. അപ്പോൾ എന്താണ്, വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിഫെൻസിലൂടെ സെൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൻ്റെ തിയറി പോയിന്റ്. As shown in figure 5.2, the data sent from the source off to reach the destination without any tampering as shown figure 5.2a. നമ്മൾ ഈ ഫിഗറിൽ പറഞ്ഞ ഡിഫെൻസ് മെക്കാനിസം യൂസ് ചെയ്യുമ്പോൾ ഇതേ പറഞ്ഞ പോലെ തന്നെയാണ്, ജസ്റ്റ് നോർമൽ ഫ്ലോ തന്നെയാണ് ആക്ച്വലി നടക്കുന്നത്. അല്ലാതെ ഒരു ടാമ്പറിങ്, ഒരു അനാവശ്യ ഇടപെടലുകളോ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. കറക്റ്റ് അതുപോലെ തന്നെയാണ് നടക്കുന്നത്. ബട്ട് ദ എബോവ് ക്രിറ്റീരിയ ഷോൺ ഇൻ ഫിഗർ 5.2a മേ ബി വയലേറ്റഡ് ബൈ ദ ഫോളോയിങ്. നമ്മളത് കൊണ്ടുപോകുന്ന ആ ഒരു ക്രൈറ്റീരിയക്ക് മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ.
അതിൽ ചെറിയൊരു വയലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇൻ്ററപ്റ്റും ഇൻ്റർസെപ്റ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് തിയററ്റിക്കലി ആ പറയുന്നത് എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഫിഗർ വെച്ച് പറഞ്ഞതാണ് എങ്കിൽ കൂടെ ഒന്നുകൂടെ പറയാം. ഇൻ്ററപ്റ്റ് ദ ഡാറ്റ ആൻഡ് കട്ട് ഇറ്റ് ഓഫ് ആൻഡ് ഷോൺ ഇൻ ഫിഗർ 5.2b. നമ്മൾ എന്ത് ചെയ്തു? ഇൻ്ററപ്റ്റ് ചെയ്തു. ഇൻ്ററപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഡാറ്റ ഇവിടെ പിടിച്ച് കട്ട് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ്, ഇൻ്റർസെപ്റ്റ് ദ ഡാറ്റ വിത്ത് ദ ഇൻറ്റൻറ്റ് ഓഫ് സ്പൈയിങ് ഓൺ ഇറ്റ് ആസ് ഷോൺ 5.c. നമ്മളിനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റർസെപ്റ്റ് ചെയ്യണം. അതായത് ഇൻറ്റൻറ്റ് ഓഫ് സ്പൈയിങ് എന്നൊക്കെ പറഞ്ഞാൽ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂന്നാമതൊരാൾ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നത്. ഇൻ്റർസെപ്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു അൺഓതറൈസ്ഡായിട്ട് ആക്സസ് ചെയ്യാൻ വരുന്ന ആൾ, അയാൾക്ക് നമ്മൾ ഇങ്ങനെ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന അറിയില്ല. അയാൾ സെൻഡ് ചെയ്ത ആളെ നോക്കും, ഡെസ്റ്റിനേഷൻ നോക്കും, അതിൻ്റെ അടിയിൽ പോയിട്ട് ഡയറക്ഷൻ നോക്കിയിട്ടാണ് അവർ ആക്സ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് പോയ വണ്ടി, സോറി ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വണ്ടി പോവുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ പൂക്കോട്ടൂർ നിന്ന് മഞ്ചേരിക്കെത്തണം. പൂക്കോട്ടൂർ മഞ്ചേരിക്കെത്തണം, ഇങ്ങനെയാണ് റൂട്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്ന റൂട്ട് ഇങ്ങനെയാണ്. അപ്പോൾ വേറൊരാൾ അവൾ ഇതുവഴിയായിരിക്കും പോയിരിക്കുക. ഇപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ കേസൊക്കെ വരുമ്പോൾ ഇഷ്യൂസ് വരുന്ന അങ്ങനെയാണ്. അവർ ഇതിലാവും പോയിരിക്കുക എന്നെല്ലാവരും കരുതുക, പക്ഷേ അവർ പോയത് ചിലപ്പോൾ ഇതിലാവും. ഓക്കെ, മനസ്സിലായോ? അതവിടെ ഉണ്ടായത്. അപ്പോൾ വേറൊരാളത് നമ്മൾ ട്രേസ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ ഇത് ത്രൂ ഇത് എന്നാണ് അവർ ചിന്തിക്കുന്നത്, പക്ഷേ ആക്ച്വലി ഇൻ്റർസെപ്ഷൻ നടന്ന് ഇങ്ങടാണ് വന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഇൻ്റർസെപ്ഷൻ പറഞ്ഞതാണ്. നെക്സ്റ്റ്, interrupt the data and modify it and send different data to the receiver as in day. നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഡാറ്റ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഇവിടെ എത്തിയാണെങ്കിൽ എന്നിട്ട് നമ്മളിനി മോഡിഫിക്കേഷൻ ചെയ്യണം. അതായത് ഈ ഡാറ്റ ഇവിടെ എത്തിയതിന് ശേഷം ഒരു ഡിഫറെൻറ്റ് ഡാറ്റ ആയിക്കൊണ്ട് തന്നെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് റിസീവർക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്തി, എന്നിട്ട് ഇവിടുന്ന് വേറൊരു ഡാറ്റയായിട്ട് റിസീവർക്ക് എത്തി. ഓക്കെ, എന്നാലും മോഡിഫിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. Obstruct the data and fabricate new data and send it to the receiver as in shown figure E. Obstruct the data, അതായത് ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ എത്തിയ ഡാറ്റ ഉണ്ട്, അതിന് നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്തു. ഇനി ഒരാൾക്കും സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ഡാറ്റനെ ഇവിടെ എത്തിച്ച് ഇവിടെ നിന്നുള്ള കണക്ഷൻ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള കണക്ഷനാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്ത ഒരു ടെക്നിക്ക്, ഡിഫൻസ് ടെക്നിക്കാണ്. ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽപ്പെട്ട കുറച്ച് ടെക്നിക്സാണ്. ഒന്നെന്താണ്? എൻക്രിപ്ഷൻ മെത്തഡ്. നമ്മൾ നോർമലി വാട്സപ്പിൽ വരെ കാണാറുണ്ട് എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അതായത് ഞാൻ അയച്ച മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേറെ കോഡിലേക്കാക്കി മാറ്റും. അപ്പോൾ വേറെ ആളത് ആക്സ് ചെയ്യാൻ ശ്രമിച്ചാലും എൻക്രിപ്റ്റഡ് ആയിരിക്കും. എന്നിട്ട് നമ്മളെ റിസീവറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവർ ഡീക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ എൻക്രിപ്റ്റഡ് ഡാറ്റ അവരുടെ അടുത്ത് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, സോഫ്റ്റ്വെയർ കൺട്രോൾസ്. ആക്സസ് ലിമിറ്റേഷൻസ് ഇൻ ഡാറ്റാബേസ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ട് ഈച്ച് യൂസർ ഫ്രം അതർ യൂസേഴ്സ്. നമ്മുടെ സോഫ്റ്റ്വെയർ കൺട്രോളാണ് മീൻ ചെയ്യുന്നത്. നമ്മൾ ഡാറ്റാബേസ് ആയാലും ശരി, OS ഒക്കെ ആയാലും നമ്മൾ എന്തെങ്കിലും കൺസെപ്റ്റുകൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ യൂസ് ചെയ്തത് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ അതിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ കേസൊക്കെ വരുമ്പോൾ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ രണ്ടാൾക്കാർ അതിന് ബുക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു സീറ്റിന് പ്രൊവൈഡ് ചെയ്യും, മറ്റൊരാൾക്ക് വേറൊരു സീറ്റിനുള്ള ചാൻസുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഒരിക്കലും രണ്ട് പേരും ഒരു സീറ്റിന് വരെ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം സോഫ്റ്റ്വെയർ കൺട്രോൾസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ദെൻ ഹാർഡ്വെയർ കൺട്രോൾസ്, അതായത് സ്മാർട്ട് കാർഡ് ടെക്നിക്സ് ഒക്കെയാണ് ഹാർഡ്വെയർ കൺട്രോൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ പോളിസീസ്, ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഓഫ് പാസ്വേഡ്. പോളിസീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, അതായത് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും പാസ്വേഡ് യൂസ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വേറെ ആളത് ആക്സ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അവർക്കുള്ള ഓരോ ടൈമിൽ നമ്മൾ ഓരോ പാസ്വേഡ് ആണെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് ആക്സ് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വേണം എന്നുള്ളതാണ് വേറൊരു കാര്യം. ദെൻ ഫിസിക്കൽ കൺട്രോൾ. ഫിസിക്കലി നമുക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇനിയും ബാക്കി കൺസെപ്റ്റുകൾ ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഫസ്റ്റ് ഡേയിൽ തന്നെ കുറേ എടുത്ത് ചടപ്പിക്കുന്നില്ല. സിമ്പിളായുള്ള കൺസെപ്റ്റുകളാണ്, പക്ഷേ നമുക്ക് ആ ഒരു വേസിൽ മനസ്സിലാവണം. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്? സെക്യൂരിറ്റി എന്തിനാണെന്ന് പറഞ്ഞു, സെക്യൂരിറ്റീൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു. കാരണം ഏതൊക്കെ ഏരിയയിൽ നിന്ന് നമുക്ക് ത്രെഡ്സ് വരാൻ നമുക്കറിയില്ല. അപ്പോൾ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സൈബർ ക്രിമിനൽസിനെയൊക്കെ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഗോൾസ് പറഞ്ഞു, സെക്യൂരിറ്റി ഗോൾസ് എന്തൊക്കെയാണ്? ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി, ഇത് മൂന്നും പറഞ്ഞു. പിന്നെ മെത്തേഡ് ഓഫ് ഡിഫെൻസ് ആണ്, എങ്ങനെ നമുക്ക് ഉപരോധിക്കാം, ഇത്തരം ഇഷ്യൂസൊക്കെ വരുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് പറഞ്ഞ മെത്തേഡ് ഓഫ് ഡിഫെൻസ്. അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു. നമ്മളതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് എൻക്രിപ്ഷനും സോഫ്റ്റ്വെയർ കൺട്രോൾസൊക്കെ, അതും പറഞ്ഞു. ഓക്കെ, ഇനിയും കൺസെപ്റ്റുകളുണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇപ്പോഴേ എല്ലാം കൂടെ എടുത്താൽ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൺസെപ്റ്റുകൾ സിമ്പിളാണ്, പക്ഷേ അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക്
കൺക്ലൂഡ് ചെയ്യാൻ കഴിയണം. അത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ ഓക്കെ, താങ്ക് യു. നോട്ട്സ് എഴുതിയെടുക്കുക, വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.